മോർണിംഗ് ഗൈസ്. അപ്പം ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ് US-ൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടൈം സ്ക്വയറും സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ്. അപ്പോൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് കാത്തിരുന്നിട്ട് ഇന്ന് കാണാൻ പോകുന്നൊരു ദിവസമാണ്. അപ്പം ഐ ആം സൂപ്പർ എക്സൈറ്റഡ്. അപ്പം നമുക്കിന്ന് അത് എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പം സമയം ഏകദേശം 10:30. നമുക്ക് ന്യൂയോർക്കിൽ എത്താൻ വേണ്ടി ഏകദേശം 1.5 മണിക്കൂറുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഹൈവേയിൽ അധികം ട്രാഫിക് ഒന്നും കാണുന്നില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഹൈവേയിൽ അധികം വണ്ടികളൊന്നും കാണുന്നില്ല. അപ്പം ട്രാഫിക് ബ്ലോക്കൊന്നും കാണിക്കുന്നില്ല. ഇന്നലെ ഒരുപാട് ട്രാഫിക് നമുക്ക് കിട്ടിയായിരുന്നു. ഇന്ന് എന്തായാലും ക്ലീനാണ് റോഡെല്ലാം. സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഇനി അങ്ങോട്ട് എത്ര ദൂരം കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ നോക്കിയായിരുന്നു. ഏകദേശം 16 മിനിറ്റ്സ് ഇനിയും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂജേഴ്സി സ്റ്റേറ്റിൽ കൂടെയാണ്. അവിടെയുള്ള ഒരു മെയിൻ എയർപോർട്ടാണിത്, ന്യൂയോർക്ക് എയർപോർട്ട് എന്ന് പറയും. ഇപ്പം നാട്ടിലേക്കൊക്കെ ഒരുപാട് ഫ്ലൈറ്റുകൾ ഇവിടുന്ന് പോകുന്നതാണ്. അവിടെ നമുക്ക് ഇപ്പം എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് കിടക്കുന്നതായിട്ട് കാണാം. ഇത് ഹാർബറാണോ? ഇത് പോർട്ടാണോ? ഇത് അത് ശരി. ഹാർബർ, ഇവിടെ എയർപോർട്ട്. കാണുന്നതാണ് വെള്ളത്തിനടി കൂടെ വെള്ളത്തിനടി കൂടെ കാണല്ലോ പോകുന്നത്. ഏത് ഇതാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത് ന്യൂയോർക്കിലേക്ക്. ഓ അത് ശരി. എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ. 9/11 എന്നാ തീയിട്ട് ഇതാക്കി. ഓ ഇതെല്ലാം ഇവിടെ എല്ലാം കാറ് കിടക്കുന്നത്. ഇത് ഇമ്പോർട്ട് ചെയ്യുന്ന കാറുകളാണ് ഇതെല്ലാം. ഓ രണ്ട് സൈഡിലേക്ക്. ഗായ്സ്, ഇത് ന്യൂയോർക്ക് സിറ്റിയുടെ ഫസ്റ്റ് വ്യൂ ആണ്. നമുക്ക് ആ കാണുന്ന കെട്ടിടങ്ങൾ കണ്ടോ? അതാണ് ന്യൂയോർക്ക് സിറ്റി. അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുകയല്ല, ജസ്റ്റ് നമുക്ക് അകത്തെ മാത്രം ഇരുന്ന് കാണാനേ പറ്റത്തുള്ളൂ അല്ലേ? അത് ഫ്രീ ആണല്ലോ സർവീസ്. ഒരു ഫെറി സർവീസ് ഉണ്ടല്ലോ, ഒരു 600 പീപ്പിളേക്ക് ഒരു അക്കോമഡേറ്റ് ചെയ്യുന്ന വലിയൊരു ഷിപ്പ്. അത് ജസ്റ്റ് ഇരുന്ന് നമ്മൾ കാണാൻ പറ്റുന്നുള്ളൂ. അതിന്റെ സൈഡിൽ കൂടെ അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. സംതിങ് ഐ ഡിഡ് ബെറ്റർ ദിസ് ടൈം. പാർക്കിംഗ് ഒക്കെ നടക്കുകയാണ് അടുത്ത്. അപ്പൊന്നില്ല. അങ്കിളിന് വഴിയും എല്ലാം കാണാപ്പാടായിട്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. ഗൂഗിൾ ചേച്ചി വേറെ ഉണ്ട്. ഫൈനലി പാർക്കിംഗ് സ്പോട്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പാർക്കിംഗ് സ്പോട്ട് കണ്ടുപിടിക്കാനാണ് ഏറ്റവും വലിയ വിഷമം.
കമലിന്റെ എന്ത് ഈ ഗ്ലാസ്? അപ്പം നമ്മളിപ്പം സ്റ്റാച്യു ലിബർട്ടി കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇവിടുന്ന് നമുക്ക് ബോട്ടിൽ കയറണം, ഫെറി ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ അതിൽ കയറിയിട്ടാണ് അവർ നമ്മളെ അതിൻ്റെ ചുറ്റും കറക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരും, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ അതാണ് ഡ്രീംസ് കം ട്രൂ. അപ്പോൾ അതാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഇപ്പോൾ ഇവിടുന്ന് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ഫെറീൻ്റെ. അപ്പം ഈ മുന്നിൽ കാണുന്നതാണ് ന്യൂയോർക്ക് ഡൗൺ ടൗൺ. ഈ കാണുന്ന മുഴുവൻ ന്യൂയോർക്കാണ്. അപ്പം ഇപ്പോൾ നമ്മൾ ഫെറിയിലേക്കാണ് പോകുന്നത്. ഫെറിയിൽ കയറിയിട്ട് നമ്മൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടീൻ്റെ അവിടെ ഇറങ്ങും. ഷെല്ലു അവിടെ എത്തിയോ? ഷെല്ലു സീറ്റ് ഓടിക്കാം. കോൾഗേറ്റ് പാമോലിവിൻ്റെ പാമോലിൻ്റെ കോൾഗേറ്റ്. ഓ ഓക്കെ. ഓ അവരുടെ ബിൽഡിങ് അത്? ഈ ഫുൾ ബിൽഡിങ്ങും? ആ ബിൽഡിങ്. ഓ അത് ശരി. ഓക്കെ. ന്യൂയോർക്കിന് ഫുൾ വ്യൂ കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് തന്നെ അത് നേരിട്ട് കാണണം. അപ്പം മുന്നിൽ കാണുന്ന വെളുത്ത കളറിൽ കാണുന്ന അതാണ് നമ്മുടെ ഫെറി. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അടിച്ചു വണ്ടി ഓടുക. ഓടിച്ചെന്നതാണ് ഇനി അതിൽ അടച്ചു. നമ്മളാണ് ലാസ്റ്റ്. ലാസ്റ്റ് പാലം വലിക്കാൻ നേരമായി. അതെ. ക്യാപ്റ്റൻ പോകുന്നത് ഇത് LS Island. ഇവിടെ ഇമിഗ്രേഷന്റെ പണ്ട് ആൾക്കാരെ പോട്ടേറാണ്. ഇവിടെ സ്റ്റോപ്പ് ഉണ്ടോ? അപ്പോൾ നോക്കാം. We don't have to get off. ഇവിടെ ഇത് മാത്രമേ കാണാനുള്ളൂ, ഈ ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. അതൊന്നും കാണാനില്ല. കുറെ പഴയ പിക്ചറുകളൊക്കെ പണ്ടത്തെ കാലത്ത് ഇമിഗ്രേഷൻ ആൾക്കാരെ കൊണ്ടുവന്നാൽ ബോട്ടെ ഷിപ്പെ കൊണ്ടുവന്ന് ഇവിടെ അവരെ കൊണ്ട് ഇറക്കി വെച്ച് മറ്റേ ഫോറസ്റ്റിനകത്തൊക്കെ കുളിപ്പിച്ചിട്ട് അവരെ പുറത്തുനിന്ന്. അപ്പോൾ ഫെറി ഇവിടുന്ന് ഒരു 360 ഡിഗ്രി ഒരു ടേണൊക്കെ എടുത്തിട്ട് നമ്മളിനി സെക്കൻഡ് സ്റ്റോപ്പായ നമ്മുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലേക്ക് പോവുകയാണ്. ഇപ്പം ഓ അത് ശരി. ഓക്കെ. വെരിസോണ ബ്രിഡ്ജ്. അങ്ങനെ നമ്മൾ ഫൈനലി സ്റ്റാച്യു ഓഫ് ലിബർട്ടിൻ്റെ മുന്നിൽ കൂടെ ഇപ്പം ഈ ബോട്ടിൽ കൂടെ പോവുകയാണ്. വളരെ സൂപ്പർ വ്യൂ. അപ്പം എനിക്കറിയില്ല ഈ ബോട്ട് എവിടെയാണ് നിർത്തുന്നതെന്ന്. എന്തായാലും ചിലപ്പോൾ ഇത് നമ്മുടെ തേർഡ് സ്റ്റോപ്പായിരിക്കും. എത്ര നാൾ. അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റോപ്പ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെയാണ് ഇപ്പം ബോട്ട് നിർത്തുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാണ് എൻട്രി. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം. അതുകൊണ്ടോ ഇത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അതിൻ്റെ തൊട്ട് പുറയിൽ കാണുന്നത് ന്യൂയോർക്ക് സിറ്റി. എല്ലാം ഒരു ഫ്രെയിമിൽ ഇപ്പം.
സന്തോഷമായോ? ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു തുഷമല്ല ഞാൻ സാധിച്ചു കൊടുത്തത്. അപ്പം നമ്മളിപ്പോൾ തിരിച്ചിവിടെ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ ലക്ഷ്യം അതാണ്, ന്യൂയോർക്ക് സിറ്റി. ഇതിനി അങ്ങോട്ട് പോകാൻ വേണ്ടി അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ ക്യൂ ആണത്. നമുക്ക് പറയാം എത്ര ആൾക്കാരൊക്കെ കയറാൻ നിൽക്കുന്നതൊക്കെ. സൺഡേ ആണ്, പിന്നെ എല്ലാവരും ഹോളിഡേ ആണ്. അപ്പം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് നമ്മളിപ്പോൾ പോവുകയാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ന്യൂയോർക്കിൽ നല്ല ട്രാഫിക് ഉണ്ട്. അപ്പം ഏകദേശം ഒരു മണിക്കൂർ എടുക്കുമെന്ന് വിചാരിക്കുന്നു. ഈ ടണലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നദിയുടെ അടിയിലൂടെ ഇവിടെ കാണുന്ന ഈ പുഴേൻ്റെ അടിയിൽ കൂടെ പോകുന്ന ഒരു ടണലാണ്. അതല്ലേ അതല്ലേ ഷെലു? അപ്പൊ ഈ ടോളിനുണ്ട് ഏകദേശം $22. ഈ ടോൾ പാസ് ചെയ്തേനെ. ഓ എന്റെ ദൈവമേ, ബസ്സിന് പോകുന്നായിരുന്നല്ലോ. തിരിച്ചിങ്ങോട്ട് വരുമ്പോ ടോളില്ല. അങ്ങോട്ട് പോകണ്ടെന്ന് പറയാൻ വേണ്ടി അപ്പുറത്തെ വഴി നമ്മൾ പോകുമെങ്കിൽ അന്നേരം ടോൾ കൊടുക്കണം. ഈ ഒരു വഴി മാത്രമേ ഇതിലേക്ക് എൻട്രി ഉള്ളൂ? വേറെ വഴിയുണ്ട്. ആണോ? അപ്പൊ അതിലൂടെ പോകുമ്പോഴാണെങ്കിലും അവിടെയും ടോളുണ്ടോ? എൻട്രിക്ക് എല്ലാം ടോളുണ്ടോ? എൻട്രിക്ക് എല്ലാം ടോളുണ്ട്. പക്ഷെ ഇതില് റിട്ടേൺ വരുവാണെങ്കിൽ ഇവിടെ ടോളില്ല. ഓ അത് ശരി. പക്ഷേ വേറെ അങ്ങോട്ട് പോയിട്ട് വേറെ വഴിയെ നമ്മൾ എളുപ്പ വഴി നോക്കി വേറെ വഴി കാണിക്കുന്നത്. അതിലെ പോയാൽ അവിടെ ടോളുണ്ട്. പിന്നെ ടോൾ കൊടുക്കണം. അപ്പൊ ഈ വഴി തന്നെ വരണോ? ചിലപ്പോ നമ്മള് തപ്പി അങ്ങ് എടുത്തോട്ടായിരിക്കും. അവിടെ ചെന്നാൽ പിന്നെ വേറെ പറ്റിയാവും. ഇവിടെ നമ്മുടെ ചോർച്ചകളൊന്നുമില്ല, വെള്ളമൊന്നും ചാടുന്നില്ല. നല്ല സൈഡിൽ കൂടെ മണാലിയിലൊക്കെ പോകുമ്പോൾ ഫുള്ള് അതൊക്കെ പുതിയ ടണലല്ലേ. അപ്പോൾ ഗായ്സ്, ഈ കാണുന്ന ടണലിൻ്റെ മുകളിൽ റിവറാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ അവർ ഉണ്ടാക്കിയിരിക്കുന്നതാണത്. $9 എല്ലായിടത്തും ഇത് തന്നെയല്ലേ. വേറെ ആൾക്കാരെ വധിക്കുവാണല്ലോ. പറയുന്ന സാധനമില്ലേ, അതിന്റെ പേരെന്തായിരുന്നു? കോപ്പർ വെസൽ. നെക്സ്റ്റ് വെസലിലേക്കാണ് പോകുന്നത്. കോപ്പർ കളർ അടിച്ചോണ്ട് തുഷ പറയുന്നത് കോപ്പർ വെസലാന്ന് പറയണ്ടിരിക്കും. ശീലമുള്ളതുകൊണ്ട് എല്ലാം അറിയുന്നു. നല്ല തുഷ നമ്മളെ പറഞ്ഞ് പറ്റിക്കും. അതിന്റെ പേരാണ് കോപ്പർ വെസൽ എന്നൊക്കെ പറഞ്ഞു. ഹഡ്സൺ യാർഡ് എന്ന് പറയുന്ന ഏരിയ. ഹഡ്സൺ നോക്ക്, അമ്പരചുംബികളായ ഉയർന്ന ഗോപുരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു. ഇങ്ങനെ കാണാനായിട്ട് അവിടുന്ന് ചാടി എന്തായാലും തീരും. ഇവിടുന്ന് ആൾക്കാർ ആദ്യം ഇതിന് മുകളിൽ കയറി ചാടി സൂയിസൈഡ് ചെയ്തിട്ട് ഇവരിത് ക്ലോസ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അത് ഓപ്പൺ ആക്കി. നമുക്ക് ഉള്ളില് അപ്പം ഇതാണ് നമ്മുടെ ബസ്സില്. ഇത് കാണാനാണ് നമ്മൾ ഇവിടെ വന്നത്. അപ്പം ഇത് ഒരുപാട് നാളെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരുപാട് പേര് ചാടി സൂയിസൈഡൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇത് ക്ലോസ് ചെയ്തായിരുന്നു. പിന്നെ ഈയിടെയാണ് തുറന്നത്. ഇവിടെ നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ കാണാൻ നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താടാ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ, നെറ്റ് ഇതുണ്ടല്ലേ. അത് ഇനി ആർക്കും ചാടാൻ പറ്റില്ല. അതെല്ലാം നെറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർ വീണ്ടും റീ ഓപ്പൺ ചെയ്തു. നമ്മളെന്തായാലും ഇവിടെ കയറുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നെറ്റ് വലിച്ച് താത്തിട്ട് ചാടിയോ.
ഇനി ഒരു പാർക്കിംഗ് കണ്ടുപിടിച്ചിട്ട് വേണം ഈ സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ. ബൈക്കുകൾ ഇവിടെ പാർക്ക് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇവിടെയെല്ലാം ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് ഒരു സ്പോട്ട് കിട്ടി അവിടെ പാർക്ക് ചെയ്യാണ്. ഇത് ന്യൂയോർക്ക് സിറ്റിയിലെ ഹൈലൈൻ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പം ഇവിടെയുള്ളൊരു PGൻ്റെ ഒരു സ്റ്റാച്ചു കാണാൻ നമ്മൾ വന്നതാണ്. ഇതിന് ഡൈനോസർ എന്നാണ് പറയുന്നത്. അത് PG ആണ്. ന്യൂയോർക്ക് സിറ്റീസ് ഹൈലൈനിലെ ഒരു പ്രധാന സെൻറ്റർ ഓഫ് അട്രാക്ഷൻ തന്നെയാണ് ഈ PGN സ്റ്റാച്ചു. അപ്പം ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു പോകുന്നുണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ സ്പൈഡർമാൻ സിനിമയിലെ സ്പൈഡർമാൻ ചാടി ചാടി പോകുന്ന ഒരു സ്ഥലത്തിൻ്റെ ലുക്കുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്ഥലം ഏതായിരുന്നു? മീറ്റ് പാക്കിംഗ് ഡിസ്ട്രിക്ട്. ഒന്നുകൂടെ ഒച്ചത്തിൽ പറയുക. മീറ്റ് പാക്കിംഗ് ഡിസ്ട്രിക്ട്. ആ, അടിപൊളി. ഭാഗത്തൊക്കെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അവിടെ തന്നെ മീറ്റ് പാക്കിംഗ് ആണോ അവിടെ? മീറ്റ് ഇനിയും പോകാനുണ്ട്. അവിടെ എന്നാ ശല്യമുള്ള? ലിറ്റിൽ ഐലൻഡ്, സ്റ്റാർബക്സിന്റെ റോസ്റ്ററി കമ്പനി ഒരു ബിൽഡിംഗ് ഉണ്ട്. ആപ്പിളിന്റെ ഓഫീസ്, ഗൂഗിളിന്റെ. ഓ, ഇത് ഭയങ്കരമാണല്ലോ. ഇത് ബസ് സ്റ്റോപ്പാ കേട്ടോ. ആണോ? ആണ് മാൻമെയ്ഡ് ആയിട്ടുള്ളൊരു ഐലൻഡാണത്. അപ്പം നമ്മുടെ പുറകെ കാണുന്ന ഇനി എന്തായാലും നമുക്ക് അത് കുറേ ഉണ്ടായിരുന്നു കാണാൻ. കാണാൻ സമയമില്ല, തന്നെ വണ്ടിയിൽ ഓടിപ്പോയി കാണാം. തീർക്കേ 9/11 നടന്ന ടെററിസ്റ്റ് അറ്റാക്ക് നടന്ന വേൾഡ് ട്രേഡിംഗ് സെൻറ്ററിൻ്റെ അടുത്തേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത്. അപ്പം അത് തകർന്നു കഴിഞ്ഞിട്ട് അതിന് പകരമായിട്ടുണ്ടാക്കിയൊരു വലിയ ബിൽഡിംഗാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ കാണുന്നത്. അപ്പം നമ്മളിനി വന്നിരിക്കുന്ന വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ്. അപ്പം നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ആ 2 ബിൽഡിങ്സ് അവർ പൊളിച്ച് അവിടെ ഒരു വാട്ടർ ഫൗണ്ടേഷൻ ആക്കിയിട്ടുണ്ട്. അത് അങ്ങനത്തെ ഒന്ന് ഇവിടെ, രണ്ടാമത്തെ അവിടെയാണ് സെക്കൻഡ് ബിൽഡിങ് അതോ ഏതോ ഫസ്റ്റ്. അപ്പം അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ബ്രൂക്ലിൻ ബ്രിഡ്ജാണ്. ബ്രിഡ്ജിൻ്റെ ഒരു പ്രധാന ഫോട്ടോ സ്പോട്ടാണിത്. ഡംബോ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഒരുപാട് വെഡ്ഡിങ് കപ്പിൾസ് ഒക്കെ ഉണ്ട്. അപ്പം എന്തായാലും നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളിവിടുത്തെ മാൻഹട്ടനും ബ്രൂക്ലിൻ ബ്രിഡ്ജും കണ്ടു കഴിഞ്ഞ് ഇനി ടൈം സ്ക്വയറിലേക്ക് പോവുകയാണ്. ട്രെയിൻ സ്റ്റേഷനാണോ ഇത്? ഓ അത് ശരി. ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷൻ ന്യൂയോർക്കിലാണ്. സബ്വേ വരും. അതിൻ്റെ അകത്ത് ഇങ്ങനെ വേറെ ഒരു സെക്ഷൻ ഉണ്ട് ആൻഡ്രാക്കിന്, ലൈക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ ലോട്ട്സ് ഓഫ് ഇങ്ങനെ കഴിക്കാനുള്ള സ്ഥലമൊക്കെ. അങ്ങനെ നമ്മൾ എത്താറായിരിക്കും നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഇവിടെയാണോ ജോലി ചെയ്യുന്നത്? ഓ ശരി, ജോലി ചെയ്യുന്ന ബിൽഡിംഗ് ആണ്. അത് എക്സ്പെൻസീവ് ബിൽഡിംഗ്, എക്സ്പെൻസീവ്. ഇതാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ്.
എവിടെയാണ് ആപ്പിൾ ഓഫീസ്? ഇതാണ് ഇവിടുത്തെ സിറ്റി ടൂർ ബസ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെയും സൈക്കിൾ റിക്ഷയും കുതിരസവാരിയൊക്കെ ഉണ്ട്. എൻ്റെ അടുത്തും പറയുന്നത് മ്യൂസിക് വെച്ച മുങ്ങിയ നാട്ടിലെ ഡൽഹിയിലൊക്കെ ഒരു സാധനം കുറച്ച് ബൾബുണ്ടെന്നേ ഉള്ളൂ. ഇതാണ് ബേസിക്കലി ദ ടൈം സ്ക്വയർ. അവിടെ തൊട്ട് അങ്ങോളം വരെ കാണാം. എത്ര തിരക്കാണ്, എത്ര ആൾക്കാർ വരുന്നുണ്ട്. Walking area over here. Wherever you want to go. നമുക്കിവിടെ എന്തെങ്കിലും അഡ്വർടൈസ്മെൻ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫോട്ടോ ഒക്കെ ഇടണമെങ്കിൽ ഇതിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അത് $50 കൊടുത്താൽ മതി. ഇവിടുത്തെ 250 USD ഏകദേശം എത്ര വരും? ഏകദേശം ഒരു 20,000-21,000 രൂപ വരും ഇവിടെ നമ്മുടെ പിക്ചർ ഡിസ്പ്ലേ ചെയ്യാനാണ്. അപ്പം നമ്മുടെ ന്യൂയോർക്കിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇവിടെ കഴിയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ഗൈസ്. अगर तुम लोग नए हो तो सब्सक्राइब करो, वो जो लाल वाला बटन है उसके साथ स्कैम करो या फिर महफिल जमाओ, मुझे नहीं पता, बस क्लिक हो जाना चाहिए.